വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ഓൺ ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം എന്ന റെഡ് കാർപ്പറ്റിൽ കൂടെയുള്ള താർജ അനുഷയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ലിസണേഴ്സും ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും ഇന്നത്തെ റെഡ് കാർപ്പറ്റിലെ ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്നറിയാനായിട്ട്. ഒരു കൊച്ചു കുട്ടിയാണ്, ഒരു കുട്ടി സെലിബ്രിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമത്തിലൂടെ തന്റെ പരിമിതികളെ ഒക്കെ തന്നെയും അതിജീവിച്ച് കീബോർഡിൽ സംഗീത വിസ്മയം തീർക്കുന്ന ഒരു അത്ഭുത ബാലൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കീബോർഡിൽ സംഗീത വിസ്മയം തീർക്കുക മാത്രമല്ല കേട്ടോ, ഇദ്ദേഹം ഒരു ഡാൻസർ കൂടിയാണ്. അത് മാത്രമല്ല പടങ്ങൾ വരയ്ക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരു കൊച്ചു കലാകാരൻ, ഒരു കുട്ടി സെലിബ്രിറ്റി ആണ് ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ ചേരുന്ന ആ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്. വെൽക്കം ചെയ്യാം മുഹമ്മദ് യാസീൻ. നമസ്കാരം. യെസ് യാസീൻ, സുഖമായിട്ടിരിക്കുന്നോ? അതെ, സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ഇന്ന് ഞായറാഴ്ച ആയിട്ട് എന്താണ് യാസീൻ പരിപാടീസ്? കീബോർഡൊക്കെ പ്രാക്ടീസ് ചെയ്യണം, പിന്നെ പാട്ട് പഠിക്കാൻ പോകണം. പാട്ട് പഠിക്കാൻ പോകണം, പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ ഉണ്ടല്ലേ? അതെ, ഉണ്ട്. ഓക്കെ, പ്രോഗ്രാംസ് ഉണ്ടോ ഇനി? ആ, ഉണ്ട്. പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്, ഇപ്പൊ സീസൺ ആണല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ വീട്ടിലെ അച്ഛനെ അമ്മയൊക്കെ പറ്റി ഒന്ന് പറഞ്ഞേ. ഞങ്ങളുടെ വീട്ടില് വാപ്പിയുണ്ട്, ഉമ്മയുണ്ട്, അനിയനുണ്ട്, പിന്നെ വാപ്പമ്മ ഉണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണല്ലേ? അതെ, ഒരു കൊച്ചു കുടുംബം. ഓക്കെ, യാസിൻ ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാനിപ്പോ 7ാം ക്ലാസ്സില്. 7ാം ക്ലാസ്സിലല്ലേ? ഓക്കെ. അനിയൻ കുട്ടൻ എത്രാം ക്ലാസ്സിലാ? അനിയൻ 5ല്. 5ാം ക്ലാസ്സിലല്ലേ? ഓക്കെ. അവൻ എങ്ങനെയാ പാട്ടൊക്കെ പാടുവോ, ഡാൻസ് ചെയ്യുവോ? അവൻ ഡാൻസർ ആണല്ലേ? ഓക്കെ. അപ്പൊ വീട്ടിൽ ആരെങ്കിലും ഒക്കെ പാട്ട് പാടുകയോ ഡാൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുവോ? ഇല്ല, ആരും ചെയ്യാറില്ലല്ലേ? ഓക്കെ. അല്ലെങ്കിൽ തലമുറയായിട്ട് കിട്ടിയ കഴിവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇതിപ്പോ ആരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു കഴിവാണല്ലേ? അതെ. ലോക്ക്ഡൌൺ സമയത്ത് ഒരു കൊച്ചു കളിപ്പാട്ട കീബോർഡ് തുടങ്ങിയതാ. ആഹാ, ലോക്ക്ഡൌൺ ടൈമിൽ ഒരു കൊച്ചു കളിപ്പാട്ട കീബോർഡ് അല്ലേ? ആരാ കീബോർഡ് വാങ്ങി തന്നെ? എന്റെ വാപ്പി. കീബോർഡ് അത്രക്ക് ഇഷ്ടമാണോ മോന്? അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ ടെലിവിഷനിലൊക്കെ കേൾക്കുന്ന പാട്ടൊക്കെ അനുസരിച്ചാ വായിച്ചത്. ആഹാ, അപ്പോ ഇതുവരെ പഠിക്കാൻ പോയിട്ടില്ല? ഇല്ല, പഠിക്കാൻ പോകാതെ തന്നെ വാപ്പി വാങ്ങിച്ചു തന്ന ഒരു കീബോർഡ്, ഒരു കളിപ്പാട്ട കീബോർഡിൽ വായിച്ചു തുടങ്ങിയതാണല്ലേ? അതെ. അപ്പൊ യാസിൻ കുട്ടാ, തുടക്കത്തിലേ പറഞ്ഞു വാപ്പി വാങ്ങി തന്ന ഒരു കീബോർഡിലാണ് പാട്ട് വായിച്ചു തുടങ്ങുന്നതെന്ന്. ആദ്യമായിട്ട് വായിച്ചു തുടങ്ങിയ പാട്ട് ഏതായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ ദേശീയഗാനമായിട്ടുള്ള ജനഗണമന. അടിപൊളി. ജനഗണമന വായിച്ചങ്ങ് തുടങ്ങിയതാണ്. ആ ഒരു ജനഗണമന വായിച്ച് അവസാനം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വരെ സ്വന്തമാക്കിയല്ലേ? അതെ. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് കണ്ണ് കെട്ടി വന്ദേ മാതരവും ജനഗണമനയും വായിച്ചത്. എങ്ങനെയായിരുന്നു അതെങ്ങനെയാ പഠിച്ചെടുത്തത് കണ്ണു കെട്ടി വായിക്കാനായിട്ട്? ഞാൻ ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് വാപ്പിക്ക് പിടി കിട്ടി എനിക്ക് കണ്ണുകെട്ടി വായിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ആ ദിവസം തന്നെ ഒരു തുണി കിട്ടിട്ടെന്ന് ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയതാ. ചുമ്മാ വായിച്ചു നോക്കി, അപ്പൊ പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റി? പറ്റി. അപ്പൊ അങ്ങനെ വായിച്ച് എന്താ ഇത് ആരാദ്യം കണ്ടുപിടിച്ചത്? വാപ്പി കണ്ടതിന് ശേഷം പിന്നീട് എങ്ങനെ ഇത് പുറം ലോകം അറിഞ്ഞു? വീഡിയോ ചെയ്തിട്ടായിരുന്നോ? ഞങ്ങൾക്കൊരു യൂട്യൂബ് ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ അല്ലേ? ഓക്കെ. അതെ. അതിനു മുമ്പേ സ്കൂളിൽ എന്നൊക്കെ വീഡിയോ കോളിലല്ലേ പ്രോഗ്രാംസ് ഒക്കെ. അന്നൊരു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, അതില് വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ ടീച്ചേഴ്സിനും കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ? എല്ലാവർക്കും ഭയങ്കര അത്ഭുതമൊക്കെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ യൂട്യൂബ് ചാനലിലെ വീഡിയോ എടുത്തിട്ട് എന്നിട്ട് ഫ്ലവേഴ്സ് അത് കണ്ടിട്ട് കോമഡി ഉത്സവത്തിന് വിളിച്ച്. അങ്ങനെയാണല്ലേ കോമഡി ഉത്സവത്തിലേക്ക് വരുന്നത്? അതെ. അപ്പൊ മുഹമ്മദ് കൂട്ടാ, ഞാൻ എങ്ങനെ വിളിക്കണം? മുഹമ്മദേന്ന് വിളിക്കണോ യാസിനെന്ന് വിളിക്കണോ? യാസിനെന്ന് വിളിച്ചാ മതി. യാസിനെന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ഓക്കെ. വീട്ടിലെങ്ങനെയാ വിളിക്കുന്നേ? വീട്ടില് യാസു എന്ന് വിളിക്കും അല്ലേ? യാച്ചു. അപ്പൊ ഞാൻ യാച്ചു എന്ന് വിളിച്ചോട്ടെ? ഓക്കെ. അപ്പൊ യാച്ചു കുട്ടാ, കോമഡി ഉത്സവത്തിൽ എത്തിയതിനു ശേഷം പിന്നെ എങ്ങനെയായിരുന്നു ലൈഫ്? അതിനെ പറ്റി ഒന്ന് പറയാമോ? കോമഡി ഉത്സവത്തിൽ പോയ കളിപ്പാട്ട കീബോർഡ് വെച്ചിട്ടായിരുന്നു. അമ്പോ. എന്നിട്ട് അങ്ങനെ അത് വായിച്ച് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര അഭിപ്രായമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്തൊരു സ്കൂളുണ്ട്, RVSM എന്ന് പറയുന്നത്. ആ സ്കൂളിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ബേസ്ഡ് കീബോർഡ് വാങ്ങിച്ചത്. ടീച്ചർ വാങ്ങി തന്നു ഒരു പ്രൊഫഷണൽ കീബോർഡ് അല്ലേ? അടിപൊളി. പിന്നീടുള്ള പാട്ട് പഠിത്തവും പ്രാക്ടീസും ഒക്കെ ആ കീബോർഡിലാണ്. ആ കീബോർഡ് വെച്ചിട്ടാണ് ഇപ്പോഴും പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്? അല്ല, അതിപ്പോഴും ഇപ്പൊ ഉണ്ട്. പക്ഷെ പാപ്പി ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു തന്നല്ലേ? ഓക്കെ. കോമഡി ഉത്സവത്തിൽ ചെന്നിട്ട് അവിടുത്തെ ജഡ്ജസ് ഒക്കെ എങ്ങനെയായിരുന്നു? ജഡ്ജസ് ഒക്കെ എന്നെ എടുത്ത് ഭയങ്കര അഭിപ്രായമൊക്കെ ആയിരുന്നു. ആണല്ലേ? എല്ലാവർക്കും ഇഷ്ടമായല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി. അവിടെ ഇഷ്ടപ്പെട്ട ജഡ്ജ് ആരായിരുന്നു അവിടെ കോമഡി ഉത്സവത്തിൽ ചെന്നിട്ട്?
പക്രു ചേട്ടൻ ഭയങ്കര കൂട്ടായോ പക്രു ചേട്ടനുമായിട്ട്? ആ കൂട്ടായി. എന്ത് പറഞ്ഞു പക്രു ചേട്ടൻ? പ്രോഗ്രാംസ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്രു ചേട്ടൻ വന്ന് കയ്യിൽ നിന്ന്. പിന്നെ നമ്മുടെ മിഥുൻ ചേട്ടൻ എടുത്തോണ്ട് നിന്ന് ആങ്കറിങ് ചെയ്തത്. മിഥുൻ ചേട്ടൻ വരുന്നതിന് മുമ്പേ ആദ്യം കോമഡി ഉത്സവത്തിൽ പോയത്. ഓ, അതിന് മുൻപേ പോയി. അപ്പൊ അത് എത്രാമത്തെ വയസ്സിലായിരുന്നു ആദ്യം പോയത്? അത് 9 വയസ്സുള്ളപ്പോ പോയതാണല്ലേ? ഓക്കെ. അതിനുശേഷം രണ്ടാമത് എത്രാമത്തെ വയസ്സിലായിരുന്നു പോയത്? രണ്ടാമത് 10 വയസ്സിലായിരുന്നു. 10 വയസ്സിൽ പോയി. പിന്നീട് പോയോ? പിന്നീട് പോയി. അത് 11. 9, 10, 11. അപ്പൊ ഇനിയും പോകുമല്ലേ? 11ാമത്തെ വയസ്സിൽ തന്നെ ഇഷ്ടംപോലെ പ്രാവശ്യം പോയി. ഇഷ്ടംപോലെ പ്രാവശ്യം പോയല്ലേ? ഓക്കെ. അവര് ഷോ ചെയ്യാനായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ യാസിനെ. അതെ. വീട്ടിൽ ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നേ? എല്ലാരും ഒരേപോലെ സപ്പോർട്ടാണല്ലേ? അതെ. എന്നാലും കുറച്ച് കൂടുതൽ ആരാ? അനിയനാ സപ്പോർട്ട്? അതെ. ഓക്കെ. അനിയൻ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നേ? അതായത് കൂടെ ഇന്ന് ധൈര്യം തരുവോ? എന്റെ പൊന്നോ. അപ്പൊ കൂടെ നിന്ന് എല്ലാ പ്രോഗ്രാമിനും പോകുമ്പോ ധൈര്യം തരുന്ന അനിയനാണല്ലേ? അതെ. ഓക്കെ. അവന്റെ പേരെന്തായിരുന്നു? അൽ അമീൻ അല്ലേ? ഓക്കെ. അപ്പൊ അല്ലമീന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? അല്ലമീന് 11 ആകുന്നേ ഉള്ളൂ. 11ാമത്തെ വയസ്സിൽ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനിയൻ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് കേട്ടോ. സാധാരണ ഈ ചേട്ടന്മാരൊക്കെ അനിയന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പൊ നല്ലൊരു അനിയനെ തന്നെയാ കിട്ടിയിരിക്കുന്നേ. ഓക്കെ. അപ്പോ യാസിൻ മോനെ, നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാവോ? പാടാം. നീ പൂന്തോപ്പിൽ തേടുന്നതാണ്ട് ഞാനൊരു പൂച്ചേടിക്കാലം മൂതിയോടെ കാക്കും പോലെ നീയില്ലാതായിടമെല്ലാം പൂവില്ല മലർമണിയായി നീയില്ലാത്തൊരു ഞാനെന്നും പരവശനായി വെർപ്പട്ട മറന്നേരം ഒരുപാട് കരഞ്ഞോളെ മുതമാരി വരുമ്പോളെ നൂറുജമൻ ദിനമോളമിരിക്കാനായി സർവന്നീയായവനും സ്വർഗക്കരുമേ തന്നെ വസനിതനീ മാറന്റെ ജന്നത്തിലെ വധുവാകൂ. അടിപൊളി, ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇങ്ങനെ തന്നെയാണോ ഇപ്പോ നമ്മുടെ യൂട്യൂബിലൊക്കെ നോക്കി ട്യൂട്ടോറിയൽസ് കണ്ടിട്ടാണോ ഈ കീബോർഡ് വായിക്കുന്നേ? നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പൊ പാട്ട് കേട്ട് വായിക്കുന്നത്. പാട്ട് കേട്ടാ സ്പോട്ടിൽ വായിക്കും അല്ലേ? അതെ. അടിപൊളി, ഗംഭീരം. അപ്പൊ യാസിനെ, സെലിബ്രിറ്റി ആയതിനു ശേഷം വീടിനടുത്തുള്ളവരൊക്കെ എന്താ പറയുന്നേ? എല്ലാവർക്കും ഭയങ്കര അഭിമാനമാണല്ലേ? ഓ, നമ്മുടെ വീടിനടുത്തുള്ള കുട്ടിയാണ്, ഈ കുറെ അവാർഡുകളൊക്കെ വാങ്ങി ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിമാനമാണല്ലേ? അതെ. വരാറുണ്ടോ വീട്ടിൽ ആൾക്കാരൊക്കെ? വരാറുണ്ടോ? വരാറുണ്ടല്ലേ? അപ്പൊ മോനെ, VK ചാലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിലുണ്ടല്ലേ? ടീമിലുണ്ട്. ആ ടീമിലെ മാസ്റ്റർ ആണ് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് കോമഡി ഉത്സവത്തിൽ എത്തിച്ചല്ലേ? അതെ. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? വിനീത് മാസ്റ്റർ എന്ന പേര്, നന്നായിട്ടൊക്കെ പഠിപ്പിക്കും. എങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിപ്പെടുന്നത്? അതിങ്ങനെ കോമഡി ഉത്സവത്തിൽ അവര് വിളിച്ചയാ, ഇങ്ങനെ ഡാൻസ് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ മാസ്റ്ററിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഡാൻസ് മാസ്റ്റർ പഠിപ്പിച്ചല്ലേ? അതെ. ഓക്കെ. ആദ്യമൊക്കെ ഡാൻസ് ചെയ്യുമായിരുന്നോ? ഡാൻസ് ചെയ്യുമായിരുന്നു ഇഷ്ടം പോലെ. ആദ്യം കോമഡി ഉത്സവത്തിൽ പോയപ്പം കീബോർഡും ഡാൻസ് ആയിരുന്നു ഇൻഡിവിജ്വല്. ഓക്കെ. അപ്പൊ ആ ഡാൻസ് ഒക്കെ ആരാ പഠിപ്പിച്ചു തന്നെ? അത് ഞാൻ തന്നെ പഠിച്ചതാ? TV നോക്കി പഠിച്ചോ? TV നോക്കി. അടിപൊളി. എനിക്കൊന്നും പറയാനില്ല. ഒരു ഗുരുവിന്റെയും സഹായമില്ലാതെ തന്നെ TV നോക്കി ഡാൻസ് പഠിക്കുക, ട്യൂട്ടോറിയൽസ് നോക്കി കീബോർഡ് പഠിക്കുക, ഇതിലപ്പുറം എന്താണ് വേണ്ടത്? അതായത് നമ്മളൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് പിന്നെയും കുറവുകൾ ഓർത്തിട്ട് വിഷമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പരിമിതികളിൽ നിന്ന് തന്നെ മോൻ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സിമ്പതിയേക്കാൾ ഉപരിയായിട്ട് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു, അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നു കേട്ടോ. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരണേ. അപ്പൊ യാസിനെ, സെലിബ്രിറ്റി ആയതിനു ശേഷം വീടിനടുത്തുള്ളവരൊക്കെ എന്താ പറയുന്നേ? എല്ലാവർക്കും ഭയങ്കര അഭിമാനമാണല്ലേ? ഓ, നമ്മുടെ വീടിനടുത്തുള്ള കുട്ടിയാണ്, ഈ കുറെ അവാർഡുകളൊക്കെ വാങ്ങി ഒരുപാട് പ്രോഗ്രാം ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിമാനമാണല്ലേ? വരാറുണ്ടോ വീട്ടിൽ ആൾക്കാരൊക്കെ? വരാറുണ്ടല്ലേ? അപ്പൊ മോനെ, VK ചാലഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമിലുണ്ടല്ലേ?
ആ ഉണ്ട് ടീമിലുണ്ട്. ആ ടീമിലെ മാസ്റ്റർ ആണ് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് കോമഡി ഉത്സവത്തിൽ എത്തിച്ചത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? വിനീത് മാസ്റ്റർ എന്ന പേര്. നന്നായിട്ടൊക്കെ പഠിപ്പിക്കും. എങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിപ്പെടുന്നത്? അതിങ്ങനെ കോമഡി ഉത്സവത്തിൽ അവര് വിളിച്ചയാ, ഇങ്ങനെ ഡാൻസ് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ മാസ്റ്ററിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് ഡാൻസ് മാസ്റ്റർ പഠിപ്പിച്ചല്ലേ? അതെ അതെ. ഓക്കെ. ആദ്യമൊക്കെ ഡാൻസ് ചെയ്യുമായിരുന്നോ? ആ ഡാൻസ് ചെയ്യുമായിരുന്നു ഇഷ്ടം പോലെ. ആദ്യം കോമഡി ഉത്സവത്തിൽ പോയപ്പം കീബോർഡും ഡാൻസ് ആയിരുന്നു ഇൻഡിവിജ്വല്. ആഹാ, ഓക്കെ. അപ്പൊ ആ ഡാൻസ് ഒക്കെ ആരാ പഠിപ്പിച്ചു തന്നെ? അത് ഞാൻ തന്നെ പഠിച്ചതാ? TV നോക്കി പഠിച്ചോ? TV നോക്കി. അടിപൊളി. എനിക്കൊന്നും പറയാനില്ല. ഒരു ഗുരുവിന്റെയും സഹായമില്ലാതെ തന്നെ TV നോക്കി ഡാൻസ് പഠിക്കുക, ട്യൂട്ടോറിയൽസ് നോക്കി കീബോർഡ് പഠിക്കുക, ഇതിലപ്പുറം എന്താണ് വേണ്ടത്? അതായത് നമ്മളൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ ഒരുപാട് പിന്നെയും കുറവുകൾ ഓർത്തിട്ട് വിഷമിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പരിമിതികളിൽ നിന്ന് തന്നെ മോൻ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. അത് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സിമ്പതിയേക്കാൾ ഉപരിയായിട്ട് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു, അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നു കേട്ടോ. ഇനിയും ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരണേ. അപ്പൊ യാസിനെ, കീബോർഡിലൂടെ ഒരുപാട് മാന്ത്രികതകൾ തീർത്തിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഏതെങ്കിലും ഒരു പാട്ട് വായിക്കാവോ? തീർച്ചയായിട്ടും വായിച്ചോളൂ. യാസിൻകുട്ട, അടിപൊളിയായിട്ട് വായിച്ചു കേട്ടോ. ഓക്കെ. അപ്പൊ മോന്റെ പ്രോഗ്രാംസ് നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അന്ന് എന്നെ ഞെട്ടിച്ചത് ആ ഒരു എനർജി ലെവലാണ്. ആക്ച്വലി എവിടുന്ന ഇത്ര എനർജി ഒക്കെ കിട്ടുന്നേ? അത് കീബോർഡ് തന്നെ അങ്ങ് വരുന്നതാണല്ലേ, ഉള്ളിന്ന് അങ്ങ് വരുന്നതാണല്ലേ? അതെ അതെ. ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം ഞാനൊക്കെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സ്റ്റേജിൽ കയറി നിന്നാ അങ്ങ് അനങ്ങാപ്പാറ പോലെ നിൽക്കും. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളകത്തേ ഉള്ളൂ. പക്ഷേ ഇത് ആ ചെയറിലിരുന്ന് കീബോർഡ് വായിക്കുമ്പോഴുള്ള ഒരു എനർജി, എന്റെ പൊന്നോ, വേറെ ലെവലായിരുന്നു കേട്ടോ. അനിയൻകുട്ടന്റെ സപ്പോർട്ടും കൂടെ കൂടി കിട്ടുന്നത് കൊണ്ടാണോ ഇത്രയും എനർജി അങ്ങ് വരുന്നേ? എല്ലാരും അല്ല, അനിയൻകുട്ടൻ മാത്രമല്ല, വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണല്ലേ? അതേപോലെ ഓഡിയൻസിന്റെ സപ്പോർട്ട് അല്ലേ? ഓക്കെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മോനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ കിട്ടിയ അവാർഡുകളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പോയ വേദികളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വേദി അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്തത് ഏതായിരുന്നു? നമ്മുടെ മമ്മൂക്കയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു വേദിയായിരുന്നോ, അതോ വേറെ ഏതെങ്കിലും? അതെ അല്ലെ? അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് പറയാവോ? ഞങ്ങൾ ആദ്യം അവിടെ ചെന്നപ്പോ മമ്മൂക്ക ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെ ഒരു റൂമിലോട്ട് കൊണ്ടുവരുന്നവര്. എന്നിട്ട് തിരിച്ചു വന്നപ്പോ മമ്മൂക്ക എല്ലാരും വന്ന് സ്റ്റേജിൽ ഇരുന്നപ്പം എന്നെ കണ്ടായിരുന്നു. ഹായ് കാണിച്ചു. എന്ത് പറഞ്ഞു? അടുത്തോട്ട് വന്നോ? അത് അവാർഡ് വാങ്ങിക്കാൻ സ്റ്റേജിൽ കയറിയപ്പോ അടുത്തോട്ട് വന്ന് ഉമ്മ തന്നു. ഓക്കെ. തിരിച്ചും കൊടുത്ത്. ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ ആണോ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആക്ടർ മമ്മൂക്കയാണോ? അതെ. ആഹാ. അപ്പൊ ഇഷ്ടമുള്ള ഒരു ആക്ടറിനെ വേദിയിൽ വെച്ച് കാണാൻ സാധിച്ചു, അദ്ദേഹത്തിന്റെ അടുത്ത് അവാർഡ് വാങ്ങിക്കാൻ സാധിച്ചു. ഭയങ്കര ഹാപ്പി ആയല്ലേ? അതെ, ഭയങ്കര ഹാപ്പി. അതേപോലെ തന്നെ സഞ്ജു ചേട്ടൻ ക്രിക്കറ്റ്. സഞ്ജു സാംസൺ. ഓക്കെ. സഞ്ജു ചേട്ടനുമായിട്ട് കുറെ സംസാരിച്ചല്ലേ? സംസാരിച്ച് ക്രിക്കറ്റ് കളിച്ചോ? അതെ, ബൗളിലാണ്. അടിപൊളി. കേരള ബ്ലാസ്റ്റേഴ്സ് ആ ടീമിനെ കണ്ട് ഫുട്ബോൾ കളിച്ചു, ക്രിക്കറ്റ് കളിച്ചു. പിന്നെ ഏതൊക്കെ ഗെയിമാ? പോരട്ടെ, ലിസ്റ്റ് പോരട്ടെ. ഫുട്ബോളും ക്രിക്കറ്റും ഏറ്റവും ഇഷ്ടം. അതെന്തായാലും കളിക്കാനായിട്ട് പറ്റിയല്ലേ? അതെ അതെ. അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ തന്നെ. ഓക്കെ. അപ്പൊ ഇതിൽ പരം ഭാഗ്യമുള്ള വേറെ ഏത് കുട്ടിയാ നമ്മുടെ കേരളത്തിലുള്ള? എനിക്ക് തന്നെ ഡൗട്ടാ കേട്ടോ. ഓക്കെ. അപ്പൊ മമ്മൂക്ക പോകുമ്പോ അവസാനം എന്താ പറഞ്ഞേ? പോകുമ്പോ ഞങ്ങൾക്ക് നല്ലൊരു വീടില്ലായിരുന്നു, അപ്പം വെച്ച് തരാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ആ ഒരു വീടെന്ന സ്വപ്നം എത്രയും വേഗം പൂർത്തിയാകട്ടെ കേട്ടോ. അപ്പൊ മോനെ, നമ്മുടെ സമൂഹത്തില് ഇതുപോലെ പരിമിതികളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇത്തരം പരിമിതികൾ മൂലം ഡൗൺ ആയി പോയിട്ട് വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ത് മെസ്സേജ് ആണ് മോന് കൊടുക്കാനുള്ളത്? പരിമിതി
വികൃതികളൊന്നും അല്ല. അവരിരിക്കുന്ന ചങ്കൂറ്റത്തില എല്ലാ കാര്യവും. ആണല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ നമുക്ക് ധൈര്യം വേണം. ധൈര്യം മതി. ആ ഒരു ധൈര്യം ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കും അല്ലേ? അതെ അതെ. യെസ്, അതിനൊരു ഉദാഹരണം തന്നെയാണ് മുഹമ്മദ് യാസീൻ. അതിനൊരു ഉദാഹരണമാണ് ഞാൻ. യെസ്, ആ ഒരു സ്പിരിറ്റ് ആണ് വേണ്ടത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും യാച്ചുകുട്ട, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിലുള്ള എല്ലാവരോടും അന്വേഷണം പറയണം കേട്ടോ. പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.